ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശ്ശൂർ ഭാഗത്തൂടെ യാത്ര ചെയ്യുന്നവരാണോ നിങ്ങൾ? പ്രത്യേകം ശ്രദ്ധിക്കുക. തൃശ്ശൂരിൽ പട്ടിക്കാട് കല്ലിടിക്കിൽ വൻ ഗതാഗത കുരുക്കാണ്. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കിയത്. പുതിയ പാതയിൽ കുഴിയു. മണ്ണുത്തി വടക്കാഞ്ചേരി അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ ഈ മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു. വാഹനങ്ങളുടെ നിര കുതിരാൻ തുരങ്കം വരെ നീണ്ടു. മണിക്കൂറുകളോളമാണ് ജനങ്ങൾ കുരുക്കിൽപ്പെട്ടത്. ജെയ്സൺ ചാമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ ചാമോളപ്പിൽ, ഗുഡ് മോർണിംഗ് ജെയ്സൺ ചാമോളപ്പിൽ. തൃശ്ശൂർ പാതയിലൂടെ യാത്ര ചെയ്തവർക്കൊന്നും ഇന്നത്തെ നല്ലത് സുന്ദരമായ പ്രഭാതമല്ലല്ലോ. എന്താ സംഭവിച്ചത്? നോക്കൂ, എത്ര കിലോമീറ്ററാണ് ക്യൂ. കിലോമീറ്ററുകൾ നീണ്ട കുരുക്കായിരുന്നു. കുരുക്കൊഴിഞ്ഞോ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തൃശ്ശൂരിലൂടെ യാത്ര ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയിലൂടെ യാത്ര ചെയ്യുന്ന ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവരുടെ ദുരിതം ആരംഭിച്ചിട്ട് കുറേ നാളായി. ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഇവിടെ ദേശീയപാതയിൽ പല സ്ഥലങ്ങളിലും അടിപ്പാത പുതിയതായിട്ട് നിർമ്മിക്കുന്നു എന്നതാണ്. നിർമ്മിക്കുമ്പോൾ സമീപത്തെ മുഴുവൻ ഭാഗങ്ങളും പൊളിക്കും, അങ്ങനെ കുത്തി തുറക്കും. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തത്. ഈ മഴ പെയ്തതോടുകൂടി അടിപ്പാതയുടെ സമീപത്തോടു കൂടിയിട്ടുള്ള ഈ പൊളിച്ച ഭാഗത്ത് വലിയ കുഴി രൂപപ്പെട്ടു. അതോടുകൂടി വാഹനങ്ങൾ കൂടുതൽ സ്ലോ ആയി. സത്യത്തിൽ ഇടപ്പള്ളി മുതൽ വടുക്കഞ്ചേരി വരെയുള്ള യാത്ര ഇനിയും ഏറെ നാൾ ഈ അവസ്ഥ തന്നെ തുടരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്രയേറെ ഇടുങ്ങിയിട്ടാണ് വാഹനങ്ങൾ പോകുന്നത്. 6 വരി പാതയിൽ നിന്നും ഒറ്റ വരിയിലേക്ക് ഈ വാഹനങ്ങൾ ഒന്നിച്ചു വന്നാലുണ്ടാകാവുന്ന സ്ഥിതിയെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. പ്രത്യേകിച്ച് തിങ്കളാഴ്ചയാണ്. ഇന്നലെ ഞായറൊക്കെ കഴിഞ്ഞ് അവധിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് മറ്റുമായി പോകുന്നവരുടെ തിരക്ക് രാവിലെ ഉണ്ടാകും. ആ തിരക്കും ഈ തിരക്ക് വർദ്ധിപ്പിക്കുന്ന ഈ ഗതാഗത കുരുക്ക് വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കി. അതോടൊപ്പം തന്നെയാണ് പലയിടങ്ങളിലും ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം നടക്കുന്നത്. ഇവിടെ മാത്രമല്ല, തൃശ്ശൂർ മണ്ണുത്തി മുതൽ ഇടപ്പള്ളി വരെയും കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അരുൺകുമാർ യാത്ര ചെയ്തപ്പോഴും പറഞ്ഞതാണ്, വളരെ ഗതാഗത കുരുക്കുണ്ട്. പ്രത്യേകിച്ച് ചിറങ്ങര ഭാഗത്തൊക്കെയും എവിടെയെങ്കിലും നാം പോകുന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കയ്യിൽ വെച്ച് പോകേണ്ട സ്ഥിതിയിലാണ്. ഇവിടെ മാത്രമല്ല, ദേശീയപാത മാത്രമല്ല, സംസ്ഥാന പാതയിൽ ഈ പ്രശ്നങ്ങളുണ്ട്. തൃശ്ശൂരിലെ ഗുരുവായൂർക്ക് പോകുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുരുവായൂർ, അതുപോലെ തന്നെ കുന്നംകുളം, കോഴിക്കോട് പോകുന്നവർ പുഴയ്ക്കൽ ഭാഗത്ത് അതിഭീകരമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടും. അവിടെ റോഡിന്റെ പണി നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂറായിട്ടൊക്കെ ആ ഭാഗത്ത് കുടുങ്ങി കിടക്കുന്നവരുണ്ടെന്ന് കേൾക്കുന്നു. തീർച്ചയായും മണിക്കൂറുകളോളം ക്യൂ, അതുപോലെ ഗതാഗത കുരുക്കുണ്ട്. ഇപ്പോഴും പലരും സർവീസ് റോഡ് മറ്റു വഴിയിലൂടെയൊക്കെ കടന്നു പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെയാണ് കുത്തിക്കയറി വരുന്ന ബസ്സുകളും അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളുടെയും പ്രശ്നം. അത് കുരുക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ശാന്തമായി വാഹനം പോയാൽ ഒരു പക്ഷേ അധികം താമസിയാതെ കുരുക്കഴിയും. പക്ഷേ അതിന് ഉപരിയായിട്ട് സ്വകാര്യ ബസ്സുകൾ, KSRTC, അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങൾ, കാറുകളൊക്കെ എളുപ്പത്തിൽ കടന്നു പോകാൻ വരുമ്പോൾ ആ കുരുക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ മണിക്കൂറുകളോളം അത് നീളുകയാണെന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടി തൃശ്ശൂരിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ പരിസരത്തേക്ക് അങ്ങോട്ട് അധികം പോയിട്ടില്ല. കാരണം നമ്മളും കുരുക്കിൽപ്പെട്ടാൽ മുഖ്യമന്ത്രിയുടെ പരിപാടി എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റു കൂടുതൽ ഏറ്റവും ഒടുവിലുള്ള ദൃശ്യങ്ങളും പ്രതികരണങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. കാരണം ആൾക്കാർ വല്ലാതെ സഹികെട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ ഹൈവേയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതും അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ പോകേണ്ടവരാണ്. ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ഇന്നിപ്പോൾ പ്രവൃത്തി ദിവസം എറണാകുളത്തൊക്കെ ജോലി ചെയ്യേണ്ട ആളുകളൊക്കെ ഉണ്ടാവും ഈ വാഹനത്തിനുള്ളിൽ. അതേപോലെ മറ്റിടങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഇപ്പോൾ രാവിലെ ദൂരയാത്ര കഴിഞ്ഞ് വരുന്നവരൊക്കെ ബുദ്ധിമുട്ടില്ലാവുമല്ലോ. അവർക്കൊക്കെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയമാണ്. എവിടെയെങ്കിലും ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ ജെയ്സൺ? തീർച്ചയായും. ഞാൻ തന്നെ കഴിഞ്ഞ ഞായറാഴ്ച വരുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ പിന്നിടുന്നതിന് 1 മണിക്കൂർ 10 മിനിറ്റാണ് എടുത്തതെന്ന് പറഞ്ഞാൽ ആ ഗതാഗത കുരുക്കിൻ്റെ ആഴം എത്രയാണെന്ന് മനസ്സിലാകും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞുകൂടി അതിൽ പ്രധാന ഘടകമാണ് ഈ ഗതാഗത കുരുക്ക്. റോഡിന്റെ പ്രശ്നം മാത്രമല്ല, വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ പ്രശ്നമായി. പാലക്കാട് തൃശ്ശൂർ റോഡിൽ ഓടുന്ന ബസ്സുകൾക്ക് ഒരു ഗിയർ കൂടുതലാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ കുത്തി തിരിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് ബസ്സുകൾ ഈ പാലക്കാട് തൃശ്ശൂർ റൂട്ടിൽ ഓടാറുണ്ട് എന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. എന്തായാലും മണിക്കൂറുകളായിട്ട് പട്ടിക്കാട് ഭാഗത്ത് വലിയ ഗതാഗത കുരുക്കാണുള്ളത്. അപ്പോൾ പാലക്കാട് നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ, വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് കുതിരാൻ വഴി തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുതിരാൻ വരെ നീണ്ട ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ഇപ്പോഴും ഗതാഗത കുരുക്കുണ്ട് പട്ടിക്കാട് ഭാഗത്ത്. അതുകൊണ്ട് സ്ലോ മൂവിങ് ട്രാഫിക്കാണ്. അത്ര വേഗമൊന്നും കൊച്ചിയിൽ എത്തപ്പെടാൻ പറ്റൂല. ചുരുങ്ങിയതൊരു 3-3.5 മണിക്കൂർ എടുക്കും വടക്കാഞ്ചേരിയിൽ നിന്ന് കൊച്ചിയിലെത്താൻ. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ ഭാഗത്തെല്ലാം വലിയ ഗതാഗത കുരുക്കാണ്. അപ്പോൾ വൈകി എന്നുള്ളത് കൊണ്ട് അമിത വേഗതയിൽ കിട്ടുന്ന സമയത്ത് ഓടിച്ചു പോവുകയും ചെയ്യുന്നത്. നല്ല മഴയുമുണ്ട്. മഴ പെയ്ത് കിടക്കുന്ന ആ റോഡും കൂടിയാണ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇന്നത്തെ ദിവസം സുന്ദരമായൊരു ദിവസമാവട്ടെ. ആരോട്? ഈ ക്യൂവിൽ കിടക്കുന്ന മനുഷ്യരോടും. ശരിയാണ്, കുറച്ചൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക്